എമ്പുരാൻ, ലാലേട്ടൻ്റെ എമ്പുരാൻ. സത്യം പറഞ്ഞാലേ എമ്പുരാൻ ഒരു 1000 കോടി മിനിമം അടിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പേഴ്സണായിട്ടുള്ള കാര്യം പറയാം. ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ട ആളാണ് ഞാൻ. റിലീസിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്ത ആളാണ് ഞാൻ. ഇതൊക്കെ ചെയ്യുന്നത് പുള്ളിക്കാരനോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് ലാലേട്ടനാണ് എല്ലാം. ചെറുപ്പം മുതലേ ആ മനുഷ്യനെ കണ്ട് വളർന്നതാണ് ഞാനൊക്കെ. പക്ഷേ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ രാഷ്ട്രീയത്തെയൊക്കെ വളരെ മോശമാക്കിയപ്പോൾ എന്നെ പോലത്തെ ആളുകൾ പ്രതികരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്നും പ്രതികരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പ്രതികരണമായിരിക്കും. ചിലപ്പോൾ ഇന്നലെ പ്രതികരിച്ചല്ല ശരിക്കും പ്രതികരണം. ഇതാണ് പ്രതികരണം എന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. വളരെ മോശം ലാലേട്ട, അങ്ങനെ തന്നെ വേണം പറയാം. നിങ്ങളുടെ പടം 1000 കോടി 2000 കോടി നേടുമായിരിക്കും, നേടട്ടെ. പക്ഷേ നിങ്ങൾ പറഞ്ഞു വെച്ച രാഷ്ട്രീയം കേരളത്തിൽ കാവ്യരാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞ രീതിയിലാണ് ആ പടം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാതെ പോയിട്ട് അഭിനയിക്കുന്ന ആളൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. സ്ക്രിപ്റ്റൊക്കെ നിങ്ങൾ വായിച്ചതായിരിക്കാം. എന്നതാണ് കഥ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയൊന്നുമല്ല ലാലേട്ടൻ. അത് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തെ ബേസ് ചെയ്തുകൊണ്ടൊരു സിനിമ ചെയ്യുന്നു. അതിൻ്റെ പ്രതിയായിട്ടുള്ള ആൾ ആഭ്യന്തരമന്ത്രിയാകുന്നു. അയാളെ കൊന്നു കളയുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണെന്നുള്ളത്. കാരണം ഈ പറയുന്ന കേരളത്തിൽ കാവ്യരാഷ്ട്രീയം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മൊത്തം ഡാമുകളും ഞാൻ ബോംബ് വെച്ച് പൊട്ടിക്കും, കേരളം തന്നെ ഞാൻ ഇല്ലാണ്ടാക്കും എന്ന് പറയുന്ന തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ സിനിമയിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഇത് കാണുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് ഈ സാധനം കയറുന്ന വേറെ രീതിയിലാണ്. നോക്കൂ, ഇവിടെ CPM ഒക്കെ തെരുവ് നാടകം കളിച്ച് ഭരണത്തിൽ കയറിയ ആളുകളാണ്. തെരുവ് നാടകം കളിച്ചിട്ട് അപ്പോൾ ആളുകളുടെ ഉള്ളിലോട്ട് ഈ പറയുന്ന കല എന്ന് പറയുന്ന രൂപത്തിലൂടെ രാഷ്ട്രീയം വളർത്താൻ പറ്റുമെന്ന് അറിഞ്ഞ മണ്ണാണിത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് വിജയിച്ച മണ്ണാണിത്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ കേരളം BJPക്ക് ഭരിക്കാൻ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കാവ്യരാഷ്ട്രീയത്തിന് ഭരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇല്ല ഡാം മുഴുവൻ ഞങ്ങൾ പൊട്ടിച്ചു കളയെന്ന് പറയുന്നത്. ഇതൊക്കെ ഈ സീന് തിയേറ്ററിൽ നടക്കുന്ന സമയത്ത് എൻ്റെ ബേക്കറിക്കുന്ന സ്ത്രീയൊക്കെ കൈയടിക്കുകയും അതിനു വേണ്ടി കമൻറ്റ് ചെയ്യുന്നൊക്കെ ചെയ്യണ കാണുമ്പോൾ ഭയങ്കര പേടി തോന്നുകയാണ്. കാരണം നിങ്ങളുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആളുകൾക്കിടയിലോട്ട് ഉണ്ടാകുന്ന ഒരു 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 എന്താ പറയുക, തിരിച്ചറിവ് വളരെ വലുതാണ്. അവർ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ലോകം എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ കുറേ ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തെരുവ് നാടകം കളിച്ച് ആളുകൾക്കിടയിലൂടെ രാഷ്ട്രീയം കൊണ്ട് നടന്ന പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ ഈ സാധാരണക്കാരായ ആളുകളിലോട്ട് ഇടിച്ചു കയറിയതാണ് കല എന്ന രൂപത്തിലൂടെ. അപ്പോൾ ഈ കലാരൂപത്തിൽ തന്നെ നിങ്ങൾ ഈ കാവ്യരാഷ്ട്രീയത്തെ വളരെ മോശമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ വരാൻ പാടില്ല എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ചേർന്ന് തീരുമാനിക്കുന്ന സീനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് ഞാൻ. അവരെ നല്ല കുട്ടികളാക്കണം. അവിടെ ചെറിയ 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 ട്രോളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരിവിടെ വരണം, മറ്റുള്ളവരിവിടെ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ഒരു രാഷ്ട്രീയമുണ്ട്. അവൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അവന് ഈടായിട്ട് ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ ചെറിയ പണിയൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വാശിയൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ ചെറുപ്പമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുറച്ചുകൂടി പ്രായമുള്ള ആളാണ്. പൃഥ്വിരാജിനൊക്കെ എൻ്റെ പ്രായം ഉണ്ടാവുള്ളൂ, അതിലൊന്നും അവന് പ്രായമില്ല. അപ്പോൾ അവന് ചോരത്തളപ്പുണ്ടാവും. പക്ഷെ നിങ്ങളതിൽ വീണ് കൊടുക്കാൻ പാടില്ലെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ആഭ്യന്തരമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സിനിമ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇന്ന ആളാണെന്നുള്ളത്. ഇപ്പോൾ ആ ട്രെയിൻ കത്തിക്കുന്ന സീൻ നിങ്ങൾ കാണിച്ചു. ആരാണ് ട്രെയിൻ കത്തിക്കുന്നത് നിങ്ങൾ കാണിക്കുന്നില്ല. ട്രെയിൻ കത്തിക്കുന്നത് അതിനപ്പുറത്തോട്ട് പിന്നെ കാണിക്കുന്നത് നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കൊല്ലുന്നതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാവ്യരാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ കൊല്ലുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും അനിയത്തിയുടെയും കുട്ടികളുടെയൊക്കെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നൊക്കെ വളരെ ഉളുപ്പില്ലാണ്ട് നിങ്ങൾ കാണിക്കുമ്പോൾ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു വെറുപ്പ് എത്രത്തോളാണെന്ന് നിങ്ങൾക്കറിയോ? ഇതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ സിനിമ കാണുമ്പോൾ അവർക്ക് ഹിന്ദു എന്ന് പറയുന്ന വർഗത്തിനോട് തന്നെ ഒരു വെറുപ്പ് വരികയാണ്. അവർ പറയും ചിലപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദുക്കളോട് വെറുപ്പില്ല, സംഘികളോടെ വെറുപ്പുള്ളൂ. അതൊക്കെ അവരുടെ വെറും നാടകങ്ങളാണ്. അപ്പോൾ ആ വെറുപ്പിലോട്ട് വീണ്ടും നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ എമ്പുരാനിലെ ആ സീനുകളൊക്കെ കാണിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇപ്പോൾ BJP നേതാക്കന്മാരെന്നെ പറയുന്നുണ്ട്, ഇത് സിനിമയായിട്ട് കാണണം. സൗകര്യമില്ല, നിങ്ങൾ സിനിമയായിട്ട് കണ്ടാൽ മതി. ഞങ്ങൾ ആദ്യം മുതലേ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഓൺലൈനിൽ കൂടെ ആയിക്കോട്ടെ പല ഭീഷണികളും കാര്യങ്ങളും എല്ലാം മുന്നിൽ നിർത്തിയിട്ടും ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, അങ്ങനെ ഒരു നമ്മൾ സ്നേഹിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമ കണ്ട് കൈയടിച്ചിട്ടല്ല ഞങ്ങളൊന്നും അതിനെ ഈ പറയുന്ന പാർട്ടി വളർത്താൻ പോകുന്നത്. നേതാക്കന്മാർക്കൊക്കെ പറയാം, നിങ്ങളത് സിനിമയായിട്ട് കാണും, അത് സിനിമയല്ലേ, സിനിമയായിട്ട് കാണുന്നവരാണ് കേരളക്കാരെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഈ പറയുന്ന BJPയുടെ തോൽവിയും. ഞാൻ ഉള്ള കാര്യം പറയാലോ, ആർജവമില്ലാത്ത നേതാക്കന്മാർ,
അത് തന്നെയാണ് BJPയുടെ തോൽവി. ഇതുപോലൊരു സിനിമ വരുമ്പോൾ അത് പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ ഈ പണിയെടുക്കരുത്. നിങ്ങൾ പോകണമെന്നാണ് ഞാൻ പറയാം. വളരെ കൃത്യമായിക്കൊണ്ട് അവരുടെ അജണ്ട അവർ നടപ്പിലാക്കുകയാണ്. സിനിമയിലൂടെ, കലാരൂപത്തിലൂടെ, പാട്ടിലൂടെ. ഇതൊക്കെ കണ്ടിട്ടും ഞങ്ങൾ ഇതിലും വലുത് കണ്ടതാണ്, ഞങ്ങൾക്ക് ഇതൊന്നും വലിയ സംഭവമല്ല, ഞങ്ങൾ ഇതിലൂടെ തകരാൻ പോകുന്നവരല്ല എന്ന് നിങ്ങൾ ഏതർത്ഥത്തിലാണ് പറയണത്? നിങ്ങൾ എവിടെയെങ്കിലും ഉയർന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും ഉയർന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ തളരുന്നവരല്ല, ഞങ്ങളെ തകരുന്നവരല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇല്ല. നിങ്ങൾ ഉയർന്നു വരുന്നേ ഉള്ളൂ. അതിന് ഞങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് അതിൻ്റെ ബേക്കിൽ. അല്ല നേതാക്കന്മാരങ്ങോട്ട് മുമ്പിൽ ഇറങ്ങിയിട്ട് ഇത് വിജയിച്ച് വന്നതൊന്നുമല്ല. അതിന് ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റിലൂടെ അതിന് വേണ്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു പാർട്ടിക്ക് വേണ്ടി നിരന്തരം പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെയാണ് ഇത് വളർന്നിട്ടുള്ളത്. അല്ല നിങ്ങളാരും വീട്ടിൽ പോയിട്ട് ഈ പറയുന്ന ആൾക്കാരെ പാർട്ടിയിലോട്ട് കൊണ്ടുവന്നൊന്നുമല്ല. സത്യം എന്ത് എന്ന് തുറന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകൾക്കുള്ളിലെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് തന്നെയാണ് ആളുകളെ BJPയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾ സിനിമയായിട്ട് കാണുന്നൊക്കെ അവിടെ നിന്ന് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളങ്ങനെ പറയണം നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ ശരിക്കും പറയേണ്ടത് എന്താണ്? ഇത് തെണ്ടിത്തരമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാണിക്കേണ്ട ഒരു സിനിമയല്ല. ഇത് മനസ്സിൽ ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. കലാപം നടന്നു എന്ന് പറയുമ്പോൾ ആരും സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവൻ തന്നെയാണ്. അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ, നഷ്ടപ്പെട്ടത് ഇന്ത്യക്കാരുടെ ജീവനാണ്. അപ്പോൾ അതാരും സന്തോഷിച്ച് ഇരിക്കുന്ന ആളുകളൊന്നുമല്ല. പിന്നെ അത് വ്രണമാക്കാൻ വേണ്ടി ഒരു മലയാള സിനിമയിലൂടെ, അതും ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു വെക്കുന്ന എന്താണ്? ഒരു ബ്രഹ്മാണ്ഡ സിനിമ 150 കോടി ചിലവാക്കിയിട്ട് സിനിമ എടുത്തിട്ട് പറയുന്നത് കേരളത്തിൽ കാവ്യരാഷ്ട്രീയം വരാൻ പാടില്ല എന്നുള്ളതാണ്. അല്ല വേറെ കഥ എന്തെങ്കിലും ഉണ്ടോ അതിൽ? ഉണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ കണ്ടവർ പറ, എന്ത് കഥയാണ് ഈ പറയുന്ന എമ്പുരാനിലുള്ളത്? കേരളത്തിൽ കാവ്യരാഷ്ട്രീയം വരാൻ പാടില്ല. ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് EDയെയും ഈ പറയുന്ന NIAയും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയക്കാരെ വിലയ്ക്ക് വാങ്ങാനാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കഥാപാത്രം പറയുന്നുണ്ടല്ലോ, എൻ്റെ പേരിലുള്ള എല്ലാ കേസുകളും ഒഴിവാക്കി തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതാണ് ഈ പറയുന്ന ഹിന്ദുത്വവാദികളോട് അല്ലെങ്കിൽ ഈ പറയുന്ന കാവ്യ രാഷ്ട്രീയക്കാരോട് ഇയാൾ പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ പേരിലുള്ള എല്ലാ കേസും ക്ലോസ് ചെയ്ത് തരണം, ഞാൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാർട്ടിയിൽ വരാം. ഇതൊക്കെ ഏത് തരം മെസ്സേജുകളാണ് മിസ്റ്റർ? വ്യക്തിയെ പറയുന്നില്ല, ഞാനൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ഇതൊക്കെ സിനിമയായിട്ട് കാണണമെന്ന് പറയുമ്പോൾ നിങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്നു എന്നാണോ? നിങ്ങൾ രാഷ്ട്രീയക്കാരെ, മറ്റു രാഷ്ട്രീയത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന പോലെ കേസ് ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ NIA കാണിച്ച് പേടിപ്പിച്ചിട്ടൊക്കെയാണോ? അതാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സിനിമയെ കാണുമെന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആത്മാർത്ഥത നിങ്ങൾക്ക് വേണ്ടേ? പാർട്ടിയോട് വേണ്ടേ? ഏത് വ്യക്തിയും കണ്ടാൽ അറിയാം അവർ ഏത് പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഏത് മന്ത്രിയാണ് അല്ലെങ്കിൽ ഏത് ആഭ്യന്തരമന്ത്രിയാണ് അവർ കാണിക്കുന്നത്. അവരുടെ ഉള്ളിലെ ചുരുക്കം നോക്കണം. ഒരു ആഭ്യന്തരമന്ത്രിയെ കൊല്ലുന്നത് സ്വപ്നം കാണുകയാണ്, സിനിമയിലൂടെ അവരത് കാണിക്കുകയാണ്. ഈ കഥ കൊണ്ടുവെക്കുന്ന ആരുടെ നേർക്കാണെന്നും ആരെയാണ് അവർ അവസാനം കൊല്ലണമെന്ന് തീരുമാനിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിനെ നിസാരമായിട്ട് കാണണമെന്നാണ് നിങ്ങൾ പറയുന്നത്. സിനിമയായിട്ട് കാണാം, അത് രാഷ്ട്രീയമില്ലാത്ത സിനിമ വരട്ടെ, എന്നാൽ സിനിമയായിട്ട് കാണാം. ശരി, ഇതിനു മുമ്പ് നമ്മളെ രാഷ്ട്രീയത്തിൽ ട്രോളുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ കേസാണ്. അതിനൊന്നും ഇത്ര വലിയ ആധികാരികത ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇതങ്ങനെയാണോ? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെയാണോ കൊണ്ടുവന്നിട്ടുള്ളത്? അതെങ്ങനെ അത്ര ഉളുപ്പില്ലാണ്ട് പോയിട്ട് ഞാൻ കണ്ടു, സിനിമ കണ്ടു, എനിക്കിഷ്ടമായി, സൂപ്പറായി എന്നൊക്കെ പറയാൻ ചില ആളുകൾ കാണുന്നുണ്ട്, പറയുന്നുണ്ട്. അതൊക്കെ എന്തർത്ഥത്തിൽ എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയം അതിവിടെ വരാൻ പാടില്ല എന്നൊരാൾ സിനിമയിലൂടെ പറയുമ്പോൾ അതിന് നിങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പാർട്ടി പ്രവർത്തകരാണ്? അതാ ഞാൻ പറഞ്ഞത്. ലാലേട്ടൻ ഫാനാണെങ്കിൽ എന്നോളം വലിയ ലാലേട്ടൻ ഫാനൊന്നും ഇവിടെ ഇന്ന് ദുനിയാവിൽ ആരുമില്ല. അതങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വരെ അത് കാണുമ്പോൾ അയ്യേ ഇത് എന്താണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഇയാൾ ഈ കാണിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരും, നിങ്ങളുടെ ഉള്ളിൽ വരുന്നില്ലേ? അപ്പോൾ അത് തുറന്ന് പറയുമ്പോൾ അപ്പോൾ നോക്കൂ, ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടെന്നു, എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ ആളുകൾ ഇല്ലേ? ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും അവിടെ കണ്ടില്ലല്ലോ നമ്മൾ. അന്ന് ഒറ്റക്കെട്ടായിട്ട് പള്ളി കമ്മിറ്റിയിൽ വരെ ചർച്ച നടത്തി ഇല്ലേ? അപ്പം നിങ്ങൾക്ക് ഐക്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിടയിലൂടെ ഇതുപോലത്തെ കാര്യമായിട്ട് ആളുകൾ വരുന്നത്. നോക്കൂ, ഇതിലുകൊണ്ട് ഒരു ഗുണം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയൊരു ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലൊരു വൈരാഗ്യം ഉണ്ടാവും. ഇവരെന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ട്രെയിൻ എങ്ങനെയാണ് ട്രെയിൻ വെറുതെ കത്തിയതാണ്. ഇതിൽ വെറുതെ കത്തുന്ന കാണുന്നത്, കത്തിക്കണമെന്നും കാണിക്കുന്നില്ല, വെറുതെ നിന്ന് കത്തുന്നു. അതിൽ കുറേ ആൾക്കാർ മരിക്കുന്നു. പക്ഷെ ഇത് എങ്ങനെ കത്തി, ഏത് രീതിയിൽ കത്തി, ആര് കത്തിച്ചു, ഈ പറയുന്ന ഈ കലാപം നടക്കാനുള്ള കാരണം എന്തായിരുന്നു, ഇതും കൂടി കാണിക്കാനുള്ള ഒരു ആർജവം കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അംഗീകരിക്കാമായിരുന്നു.
അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഒന്നും മതമല്ല, ഇത് രാഷ്ട്രീയമാണെന്ന് പറയുന്നുണ്ട്. ശരി, അങ്ങനെ രാഷ്ട്രീയമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ കത്തിക്കുന്നത് കൂടി നിങ്ങൾ കാണിക്കേണ്ട, അതും രാഷ്ട്രീയമല്ലേ? അതെന്തുകൊണ്ട് കാണിച്ചില്ല? അതെന്തുകൊണ്ടാണ് പൃഥ്വിരാജ് കാണിക്കാത്തത്? അപ്പോൾ അവന് പ്രത്യേക മമതുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ അത് അറിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ അതിൽ കൊണ്ടുപോയിട്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ന്യായീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ലാലേട്ടൻ പറഞ്ഞാൽ ഇതിലൊന്നും ലാലേട്ടൻ ഫാനൊന്നുമില്ല. അവനവൻ്റെ രാഷ്ട്രീയത്തെ മോശമാക്കുമ്പോൾ പ്രതികരിക്കണം, അത് ഏത് വലിയ ഏട്ടനായാലും. ഇത് മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് മമ്മൂട്ടിയെ സിനിമ ചെയ്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ അവിടെ ഏതല്ല രീതിയിൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചത്. അപ്പം നിങ്ങൾ ഈ ആളുടെ പേര് നോക്കിയിട്ട് അല്ലെങ്കിൽ ആളുടെ മതം നോക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കുന്ന പ്രശ്നം. ഞാൻ എൻ്റെ ഉള്ളിലുള്ളതാ പറഞ്ഞത്, ലാലേട്ടൻ ഹിന്ദുവാണ്, പൃഥ്വിരാജ് ഹിന്ദുവാണ്, ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഹിന്ദുവാണ്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെയല്ല പറഞ്ഞത്, ഞാൻ മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ഈ പറഞ്ഞ തിരക്കഥാകൃത്തിനെതിരെ അവരൊക്കെ ഹിന്ദുക്കളാണല്ലോ, അവർക്കെതിരെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് മമ്മൂട്ടി ആയിരുന്നെങ്കിൽ പ്രതികരിക്കായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെന്താണ്? അപ്പോൾ അതല്ലേ ശരിക്കും പറഞ്ഞ ഡബിൾ ഫേസ് എന്നൊക്കെ പറയണത്. തെറ്റ് അത് ആര് ചെയ്താലും തെറ്റാണെന്ന് പറയണമെന്നേ നമ്മൾ. അത് ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനെന്നൊന്നുമില്ല. തെറ്റാണെന്ന് കണ്ട തെറ്റാണെന്ന് തന്നെ പറയണം. ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്ക് ഈ പറഞ്ഞ പടത്തിൽ ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാലോ, ശിവാജിയുടെ ഒരു പടം വന്നു അല്ലേ? ശിവാജിയുടെ മകൻ്റെ കഥ പറയുന്ന ഒരു പടം വന്നു. കേരളത്തിൽ ഓടിച്ച ഏതെങ്കിലും തിയേറ്ററിൽ ഓടിച്ച ഇല്ലല്ലോ. അപ്പോൾ അതിനെതിരെയൊന്നും നിങ്ങൾക്ക് ഒന്നും പറയാണ്ടായിരുന്നില്ല. കാരണം ശിവാജി എന്ന് പറയുന്നത് അത്രയും വലിയ മഹാനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ഈ മഹാരാഷ്ട്രയിലെ ഗർജിക്കുന്ന സിംഹം. അദ്ദേഹത്തിനെ കുറിച്ചൊരു സിനിമ വന്നപ്പോൾ ഇവിടെ ഒറ്റ തിയേറ്ററിൽ പടം ഓടിച്ചില്ല, ആകെ 1-2 തിയേറ്ററിലെ പടം ഓടിച്ച്. അപ്പോൾ അതും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്തേ കേരളത്തിൽ ഓടിക്കാഞ്ഞു? അപ്പോൾ കേരളത്തിൽ ഓടിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ജാതി പടങ്ങൾ കേരളത്തിൽ ഓടിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവരുടെ രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയിട്ട്, ഇവിടെ മറ്റൊരു രാഷ്ട്രീയം ഇടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടറിഞ്ഞിട്ടും ഇത് സിനിമയാണ്, സിനിമയായിട്ട് കാണാമെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കല്ല ചെയ്യേണ്ടത്. പ്രതിരോധിക്കണം, പ്രതിരോധിച്ചേ പറ്റൂ. അവിടെ മോഹൻലാൽ ആയതുകൊണ്ട് പ്രതികരിക്കേണ്ടെന്നല്ല, അതൊന്നും ശരിയായിട്ട് നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് ന്യായങ്ങളുണ്ടാവും, എനിക്ക് ഇത്ര ന്യായമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഉള്ള കാര്യം പറയാലോ, വളരെ മോശം എന്നേ ഞാനിന് പറയുള്ളൂ, വളരെ മോശം. ഇതിന് നിങ്ങൾ കുറേ ദേഷ്യം വന്നുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഉള്ളതുപോലെ പറഞ്ഞാണ് എൻ്റെ ശീലം. എൻ്റെ പേരിൽ ഞാൻ ഈ പടം റിലീസാവുന്നതിന് മുമ്പ് തന്നെ അവർക്കിടയിൽ നിന്ന് ആൾക്കാരെ നമുക്ക് ഒറ്റിത്തരുന്നുണ്ട്. ആ പടം ഇതാണ് കേട്ടോ, ഇങ്ങനെയാട്ടോ വരുന്നതെന്ന് അവരുടെ ഇടയിൽ തന്നെ നമുക്ക് ഒറ്റിത്തരുന്നുണ്ട്. എന്നിട്ട് ഞാനതൊരു പോസ്റ്റ് ഇട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഈ സിനിമ കാണാതെ ഞാനത് പറഞ്ഞു എന്ന് ഇവർക്കിതിൻ്റെ ആ ഓളം അറിയില്ലല്ലോ, എവിടുന്ന് ഇത് വന്നു എങ്ങനെ വന്നു ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ സിനിമ കാണുന്നതിന് മുമ്പ് റിലീസാവുന്നതിന് മുമ്പ് നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ തെറി പറയാൻ വരികയാണ്. എന്നാൽ ശരി ഡിലീറ്റ് ചെയ്തേക്കാന്നാൽ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. കാരണം ഈ സിനിമ വന്നിട്ട് ചെയ്യാമെന്ന് കരുതി. ഇപ്പം ആർക്കും പരാതിയൊന്നുമില്ല. ശരിയാട്ടെ ഇയാൾ പറഞ്ഞതെന്നുള്ള ഇതിലപ്പം നിൽക്കണം. പറയണത് കുറച്ചൊക്കെ അവനവൻ്റെ രാഷ്ട്രീയത്തെ ബഹുമാനിക്കണം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇനി എന്തായാലും രാഷ്ട്രീയ പാർട്ടിക്കൊന്നും ഇനി ഇല്ല. നമ്മൾ ഇതുവരെ ചെയ്തതിൻ്റെ ഒരു ഹാങ് ഓവറിൽ പറഞ്ഞാണെന്ന് കൂട്ടിയാൽ മതി. നമ്മളെന്തായാലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ ഇവിടെ വാങ്ങുകയാണ്. കാരണം നമുക്കൊന്നും നടക്കൂല, അതൊന്നും ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ പലതും നടക്കും. എന്നെപ്പോലത്തെ ഒരു ആൾക്കൊന്നും രാഷ്ട്രീയം നടക്കൂല. കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആവില്ല ചിലപ്പോൾ നിങ്ങൾ കരുതുക. നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ഭയങ്കരമാണ്, അതിലോട്ടൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. കാരണം നമുക്കൊരു വഴിയാണ്, ആ വഴി കൂടെ തന്നെ പോകണം ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തോടൊക്കെ വിട പറയുകയാണ്, എല്ലാ രാഷ്ട്രീയത്തോടും വിട പറയുകയാണ്. ഇപ്പം ഞാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്, അതായിട്ട് മുന്നോട്ട് പോകാനാണ് പ്ലാൻ. കാരണം എനിക്ക് ഈ ആളെ നോക്കി അഭിപ്രായം പറയുന്നവരെയും ആളെ നോക്കിക്കൊണ്ട് അഭിപ്രായത്തിൻ്റെ കനം കൂട്ടുന്നതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് പറയേണ്ടത് അത് പറയണം, അത് ഏത് തമ്പരാനായാലും പറയണം. ശരി എന്നാ.